ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇതിൽ പറഞ്ഞ പോലെ നിഫ്റ്റി നമ്മുടെ 22,500 22,800 റേഞ്ചും ബാങ്ക് നിഫ്റ്റി 50,000 കടക്കുമോ എന്ന് ചോദിച്ചുള്ള ഒരു പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യണം ഇന്നത്തെ മാർക്കറ്റ് പ്രൊഫൈലിൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിഫ്റ്റി നിൽക്കുന്നത് ഏകദേശം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ഏപ്രിൽ 24 തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ 25 ഏപ്രിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കൂടെ 22,500 22,800 എന്ന് പറഞ്ഞാൽ 850 എന്ന് പറഞ്ഞാൽ ഏകദേശം 350 പോയിൻ്റ് അകത്ത് കിടന്നാണ് നിഫ്റ്റി വരുന്നത്. ഇതിനു മുമ്പേ ഈ 850 വന്ന സമയത്ത് നിഫ്റ്റി ഏകദേശം 1000 പോയിൻറ്റോളം ഇറങ്ങി. അവിടുന്ന് തിരിച്ച് കയറി കൃത്യം പറഞ്ഞാൽ ഒരു വി ഷേപ്ഡ് റിക്കവർ തന്നു. അത് വീണ്ടും ആ 850 എന്ന് പറഞ്ഞ ലെവലിൽ നിന്ന് തിരിച്ച് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വരികയാണ് ചെയ്തത്. നിഫ്റ്റി നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള മെനയാന്നുള്ള എല്ലാ പോയിൻ്റ് ഓഫ് വ്യൂവിന് മുകളിൽ ഓപ്പൺ ചെയ്യുകയും തിരിച്ച് താഴെയുള്ള എല്ലാ സപ്പോർട്ട് എടുത്ത് നമ്മൾ ലാസ്റ്റ് വരച്ച 22,555 എന്ന ആ സപ്പോർട്ടിന് താഴേക്ക് എടുത്ത് 470 എന്നാണ് അവൻ കയറിപ്പോയിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നമ്മുടെ ലെവൽ പ്രകാരം അവിടെ താഴെയുള്ള എല്ലാ ലെവൽസും വന്നു. അപ്പം നമ്മളൊരു ട്രെൻഡ് ഡേ ഡൗൺ ആയിരുന്നു നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ട്രെൻഡ് ഡേ ഡൗൺ ആണെങ്കിൽ കൂടെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അത് ഒരു എന്തുവാണ് അത്രയ്ക്ക് വലിയ നിഫ്റ്റിയെ പോലെയുള്ള അത്രയ്ക്ക് വലിയ ട്രെൻഡ് ഡേ ഡൗൺ കിട്ടിയിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയാണ് ട്രെൻഡ് ഡേ ഡൗണും അത് വളരെയധികം ഡൗൺവേർഡ് മൂവും തന്നിട്ടുണ്ട്. സോ നമുക്കെല്ലാം നിഫ്റ്റിയുടെ വീക്കിലിയും ഡെയിലി അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഡെയിലി അനലൈസ് ചെയ്ത ശേഷം നമുക്കത് ആ പോയിന്റ് നമുക്ക് ഈ വീഡിയോയിൽ മാർക്ക് ചെയ്തിട്ട് അത് വീക്കിലിയും കൂടെ നമുക്ക് അനലൈസ് ചെയ്യാം. കാരണം നമ്മൾ വീക്ക് കടക്കാൻ പോകുന്നു, വിക്സ് കൂടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, വിക്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം വിക്സ് നല്ല വൃത്തിയെ കയറി പോകുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ത്യ വിക്സ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിക്സ് വോളറ്റിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏകദേശം നല്ല രീതിയിൽ നല്ല വൃത്തി ഇറങ്ങി കയറിയല്ല നല്ല വൃത്തിയെ കയറി പോകുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഏകദേശം 14.84 നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തൊട്ട് ഇങ്ങനെ കയറി നേരത്തെ വന്ന ഈ ഒരു ഹൈ 14.47 എന്ന് പറഞ്ഞ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. സോ അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം വിക്സ് ഇനിയും കൂടുവാനും 17 വരെ പോകാനുള്ള ചാൻസും വിക്സ് 16.65 17 എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ വിക്സ് കൂടുന്ന സമയത്ത് നമ്മുടെ ഈ പൊസിഷനിൽ വല്ലാത്തൊരു മിക്സഡ് റേഞ്ചിൽ പോകും. വലിയ ഡിപ്പും വലിയ അപ്പും മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസ് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഒരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നിഫ്റ്റി കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റി ട്രെൻഡ് ഡേ ഡൗൺ ആയിരുന്നു. നിഫ്റ്റി ട്രെൻഡ് ഡേ ഡൗൺ വിത്ത് മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സി പീരീഡ് തൊട്ടങ്ങ് അടിച്ച് പണ്ടാറടങ്ങി താഴോട്ട് വരികയും ചെയ്തു. ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി 22,660 തൊട്ട് 22,470 എന്ന് പറഞ്ഞ ഈ ലെവലിൽ കുറച്ച് നല്ലൊരു റേഞ്ച് ബാലൻസ് തരികയും POC വന്ന് ക്ലോസ് ചെയ്ത് നിൽക്കുന്ന 22,581 അപ്പം നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ POC താഴേക്ക് ട്രെൻഡ് ഡേയുടെ POC താഴേക്ക് മെർജ് ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ടെന്ന് അർത്ഥം. സോ ഇനി നമ്മൾ നോക്കേണ്ട ഈ 22,571 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. നമ്മൾ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ പ്രകാരം നമ്മുടെ മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റും കയറിയത് കാരണം നമ്മുടെ മാർക്കറ്റ് കുറച്ച് ഗ്യാപ്പപ്പിലായിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഇനി ഒരു സെല്ലിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഈ 22,570 വേണമെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ മിനിങ്ങാന്നത്തെ POC താഴെ മാത്രമേ നമ്മളൊരു സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റ് 22,571 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 630 അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ സിംഗിൾ പ്രിൻ്റായ 706 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളെ 22,571 നമ്മളെ POC അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 630 അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഏത് വരാം നമുക്ക് 710 എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ പ്രിൻ്റ് ടെസ്റ്റ് ചെയ്യുക. 665 ഈ POCക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. 665 അതിന് മുകളിൽ ഈ POC ഈ സിംഗിൾ പ്രിൻ്റായ 710 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ 705 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അവൻ ഈ POC പ്ലസ് സിംഗിൾ പ്രിൻ്റ് ഏരിയയായ 770 അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ 800 എന്ന് പറഞ്ഞാൽ ഈ 22,800 ആ ലെവലും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ 22,800 മുകളിൽ ഈ സിംഗിൾ പ്രിൻ്റായ 842 അതിന് മുകളിൽ നമ്മുടെ ഈ ഹൈയും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ വരുന്ന 630 മുകളിലാണെങ്കിൽ
അപ്പോൾ സ്വാഭാവികമായിട്ടും 665 എന്ന് പറഞ്ഞ ഈ ഒരു POC സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുക്കാനും അതിന് മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ 705 പോകാനും ചാൻസ് ഉണ്ട്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ 570 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് ഇതൊരു 525 എന്ന് പറഞ്ഞാൽ ഇത് 525 എന്ന് പറഞ്ഞ സപ്പോർട്ടാണ്. ഈ 526 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ 466 എന്ന് പറഞ്ഞ ഈ സപ്പോർട്ടും 466 താഴെ നിൽക്കുന്ന കാലം ഈ POC നമ്മുടെ ട്രെൻഡ് ഡേയുടെ POC ആയ ഏതാണ് ഈ ഒരു കഴിഞ്ഞ 25 ഏപ്രിൽ വന്ന POC ആയ 410 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ 410 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ എന്താണ് ഈ ഒരു FA പോയിൻ്റായ 315 ടെസ്റ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് നോക്കേണ്ടത് 570 താഴെ 530 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലും 530 എന്ന് പറഞ്ഞ ഈ ലെവലും അതിന് താഴെ 465 അതിന് താഴെ 410. ഈ 410 താഴെ വരികയാണെങ്കിൽ 318 എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഒരു FA പോയിൻ്റ് അത് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ഇതൊരു ഡെയിലി അനാലിസിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ലെവൽസൊക്കെ ഒന്ന് നിഫ്റ്റിയിലേക്ക് മാർക്ക് ചെയ്ത് വച്ചിട്ട് നമുക്ക് പോകുമ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയ നാസ്ഡാക്ക് ഏകദേശം 2% അപ്പായിരുന്നു. ഡൗ ജോൺസ് സ്പോട്ട് വന്ന് 1.5% അപ്പായിരുന്നു. S&P ഏകദേശം 1.5% അപ്പായിരുന്നു. അതുകൂടാതെ നമ്മുടെ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ അവനും ഏകദേശം എത്ര പോയിൻ്റ് അപ്പായിരുന്നു? 22,693 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇറക്കത്തിന് ശേഷം 22,693 ഹാഫ് മിഡ് വേ അവൻ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് നമുക്ക് ഈ ലെവൽ മാർക്ക് ചെയ്ത് വെച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് മാർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും. നിങ്ങൾക്കത് കുറച്ചും കൂടെ ഒരു ഉപകാരപ്പെടുകയും ചെയ്യും. സോ നമുക്ക് നോക്കേണ്ടത് ഈ മുകളിലത്തെ ലെവലിൽ നമുക്ക് POC നോക്കേണ്ട, നമുക്കത് റെസിസ്റ്റൻസ് ആയിട്ട് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നമ്മുടെ POC എന്ന് പറഞ്ഞാൽ 570 ഇന്നലത്തെ POC എന്ന് പറഞ്ഞാൽ 571 നമ്മുടെ ഇന്നലത്തെ POC. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. 571 എന്ന് പറഞ്ഞാൽ ഈ ഒരു POC നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇന്നത്തെ POC താഴെ ഇതിന് താഴെ നിൽക്കുന്ന കാലം നമുക്ക് ഏതാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത 530 നമ്മുടെ സപ്പോർട്ട്. 530 ഇതൊന്ന് 530 നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കേണ്ടേ. നമുക്ക് അതൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ് ഈ 530 എന്ന് പറഞ്ഞാൽ. നമുക്ക് 530 നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് 530 സപ്പോർട്ടാണ്. അപ്പോൾ സപ്പോർട്ട് നമുക്ക് പച്ചയാണല്ലോ. അതിന് താഴെ അടുത്ത എന്താണ്? 465 എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ട് 470. ഓക്കെ, അത് 470 വെച്ചാൽ മതി. അതിന് താഴെ 410 നമ്മൾ പറഞ്ഞ ആ POC ലെവലായ 410 എന്ന് പറഞ്ഞാൽ ആ 410. അതിന് താഴെ ഏതാണ്? 410 താഴെ നമുക്ക് 3158 എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, FA പോയിൻറ്റ്. ഇനി മുകളിലോട്ടൊന്ന് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? ആദ്യം വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 630 ആണ് നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ്. അത് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കണം. 630 എന്ന് പറഞ്ഞാൽ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്കത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. 630 മുകളിൽ 665 എന്ന് പറഞ്ഞാൽ POC നമുക്കത് മാർക്ക് ചെയ്ത് വയ്ക്കണം. ഓക്കെ, അതിന് മുകളിൽ 705 എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രിൻറ്റിൻ്റെ ആ ഒരു ലെവൽ 705 അത് വരയ്ക്കുമോ. അതിന് മുകളിൽ 740 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയത്. അതിന് മുകളിൽ 800 എന്ന് പറഞ്ഞാൽ ഈ ലെവൽ. അതിന് മുകളിൽ പോകണമെങ്കിൽ മാത്രമേ ഈ ഒരു ഹൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. 845 എന്ന ഈ ലെവലിന് മുകളിൽ അത് നമുക്ക് അടുത്ത ഹൈ നോക്കാം. അപ്പം നമുക്ക് മുകളിലോട്ട് ഇത്രയും റെസിസ്റ്റൻസ് നമ്മൾ ലെവലുണ്ട്. നിങ്ങളിത് വ്യക്തമായി നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്യുക. POC 571, അതിന് മുകളിൽ 630, 665, 705, 740, അതിന് മുകളിൽ 800. താഴോട്ടാണെങ്കിൽ സപ്പോർട്ട് 530, 470, 410, 318. ഇങ്ങനെയാണ് നമ്മുടെ നിഫ്റ്റിയുടെ ലെവലിൽ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസിലേക്ക് പോകണം. കാരണം വീക്കിലി അനാലിസിസ് നമുക്ക് കുറച്ചും കൂടെ വാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് പ്രകാരം നിഫ്റ്റി ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിരുന്നു ഈ വീക്ക്. ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിൽ എക്സിസ്റ്റൻസ് തരികയും നമുക്ക് താഴത്തെ ലെവലിലേക്കാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ് നിഫ്റ്റിയുടെ ഏതാണ് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം. ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയ സമയത്ത് യൂഷ്വലി എപ്പോഴും ആ ഒരു സെയിം റേഞ്ചിലേക്ക് ഡൗൺവേർഡ് മൂവ് അല്ലെങ്കിൽ അപ്വേർഡ് മൂവിലേക്ക് നിഫ്റ്റി വരാൻ ചാൻസ് കുറവാണ്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം നിഫ്റ്റി ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്.
ഇത് പ്രകാരം നിഫ്റ്റിയുടെ നമ്മുടെ പി ഒ സി ഇരിക്കണം, വീക്കിലി പി ഒ സി ഇരിക്കണം 22,768. നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 550. ഈ ഒരു വീക്കിലി പി ഒ സി ആയ 556 മുകളിലാണ് നമ്മൾ ഏകദേശം ഒരു ഫസ്റ്റ് ഏപ്രിൽ വന്ന പി ഒ സിയുടെ ഭാഗത്താണ് നമ്മൾ ക്ലോസ് ചെയ്യണം. സോ ഈ 556 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റി ഏത് ടച്ച് ചെയ്യാൻ പോകും? ഈ പി ഒ സി, അതായത് 762 എന്ന് പറഞ്ഞ ഈ പി ഒ സിയും ഇനി 556 താഴെ നിൽക്കുന്നതോളം കാലം ഇത് കഴിഞ്ഞ ആഴ്ചത്തെ പി ഒ സി ആയ 391 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ 556 എന്ന് പറഞ്ഞത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ ഈ കഴിഞ്ഞു പോയി വീക്കിൻ്റെ 762 എന്ന പി ഒ സിയും 556 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കഴിഞ്ഞ ആഴ്ചത്തെ പി ഒ സി ആയ 391 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇത് നമ്മുടെ നിഫ്റ്റിയുടെ വീക്കിലി ഒരു വ്യൂ ആണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ വി വാപ്പ് നിൽക്കുന്നത് 661. അപ്പോൾ വീക്കിലി വി വാപ്പിനും വളരെയധികം ഇമ്പോർട്ടൻ്റ്, കാരണം ന്യൂട്രൽ സ്ട്രീം ഡൗൺ വീക്ക് ആയതുകൊണ്ട് വീക്കിലി വി വാപ്പായ 22,661 എന്ന് പറഞ്ഞ ലെവൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ ഷോർട്ട്സ് കുറച്ചുകൂടെ പാനിക് ആവുകയും ആ പി ഒ സി ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് നമുക്ക് പോകാം. ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോകണം നമുക്കറിയണമല്ലോ. സോ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ പ്രകാരം ആശാൻ വളരെയധികം ഒരു ഡൗൺവേർഡ് ട്രെൻഡ് തന്നു. എന്നിരുന്നാൽ കൂടെ അവൻ ഒരു കൃത്യമായി പറയുകയാണെങ്കിൽ ട്രെൻഡ് ഡൗൺ ആണ്. എന്നിരുന്നാൽ കൂടെ താഴത്തെ പി ഒ സി, അതായത് 49,101 എന്ന് പറഞ്ഞാൽ ട്രെൻഡിൻ്റെ കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന പി ഒ സിയുടെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നിഫ്റ്റിയെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സിയും ഏകദേശം 49,081 വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 49,081 അല്ലെങ്കിൽ 49,120 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അവ എന്ത് ചെയ്യാൻ വരെ പോവും? ഫസ്റ്റ് ആകരുന്ന നിലയിൽ 280, സെക്കൻഡ് ആകരുന്ന നിലയിൽ ഈ 330, 32, അതിന് മുകളിൽ ഈ 390 എന്ന് പറഞ്ഞാൽ 92 എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ പ്രിൻറ്റും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ 392 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ 492, അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ 550 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി താഴോട്ട് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ആസ് ലോങ് ആസ് അവൻ ഈ ഇന്നത്തെ പി ഒ സി അല്ലെങ്കിൽ ഈ 49,120 താഴെ നിൽക്കുന്നിടത്തോളം കാലം അവൻ ഫസ്റ്റ് ആകുന്ന നിലയിൽ 48,913, അതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം 48,769, അതിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം എവിടം വരെ പോകാനും 48,669, ഈ 48,669 താഴെ ഈ പി ഒ സി ആയ 556 ടെസ്റ്റ് ചാൻസ് ഉണ്ട്. ഈ 48,556 താഴെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത പി ഒ സി 48,360 ആണ്, 370 ലെവലാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി നാളെ പറയുന്ന ഈ 49,120 മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് വളരെയധികം നല്ലൊരു മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി വളരെയധികം കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡല്ല, നോർമൽ വേരിയേഷൻ അപ്പ് ആയിരുന്നു. വീക്കിലി ബേസിസ് നോക്കുമ്പം നമ്മുടെ വീക്കിലിയുടെ പി ഒ സിയും വന്നിരിക്കുന്നത് ഏകദേശം നമ്മുടെ ഈ പറഞ്ഞ ലെവലിൽ തന്നെ. അപ്പോൾ നമുക്ക് ആ പി ഒ സിയും കൂടെ നമുക്ക് നോക്കാം. വീക്കിലി പി ഒ സി എങ്ങനെയാണ് മെർജ് ചെയ്തേക്കുന്നത്. സോ ഈ വീക്കിലിയുടെ ഇത് പ്രകാരം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി വി വാപ്പ് വന്നിരിക്കുന്നതും ഡെയിലി എല്ലാം വി വാപ്പ് വന്നിരിക്കുന്നത് 49,212 ഭാഗത്താണ്. അതുകൂടാതെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം 49,475 മുകളിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. സോ നമ്മൾ നോക്കേണ്ടത് ഈ 49,212 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ 49,475 അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 49,683 അതിന് മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 49,858 ഈ 49,858 മുകളിലാണ് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് എവിടം വരെ പോവാം? 50,500 എന്ന് പറഞ്ഞ ലെവലിലേക്ക് വരാം. അങ്ങനെയാണ് അത് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് 50,000 ബാങ്ക് നിഫ്റ്റി കടക്കുമെന്ന്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 49,858 എന്ന് പറഞ്ഞാൽ ഈ 1SD ബാൻഡിൽ മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അവൻ ഈ പറഞ്ഞ 50,000 മുകളിൽ എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ വീഡിയോ കാണാത്ത ആൾക്കാർ വീണ്ടും വീഡിയോ കാണുക, ലെവൽസ് മാർക്ക് ചെയ്തേക്കണം, നിങ്ങൾ ട്രേഡിങ്ങിന് ഉപയോഗിക്കുക. നമുക്ക് നമ്മുടെ ലൈവ് മെൻറ്റർഷിപ്പ് റൂമും നമുക്ക് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ഡൗട്ട്സും നമ്മൾ ലൈവായിട്ട് ട്രേഡ് സെറ്റപ്പ് എല്ലാം നമ്മൾ ഈ മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോയും ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാൻ നിങ്ങൾക്കത് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. അതുകൂടാതെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിലെ ഓർഡർ ഫ്ലോ അഡ്വാൻസ് സ്റ്റഡീസ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതാണ്. അതിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും അറിയാൻ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. സോ ഈ ഞങ്ങളുടെ വീഡിയോ കാണാത്തവർ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനെല്ലാം കൊടുത്ത് അവർക്ക് ഈ ട്രേഡിങ്ങിനെ കുറിച്ചൊരു പ്രയോജനം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കുക. ബാങ്ക് നിഫ്റ്റി ഈ 48,800 എഴുന്നൂറ്റി ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ഈ 48,774 താഴെ നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റി 48,800
6031 എന്ന് പറഞ്ഞാൽ ഈ വീക്ക്ലി POസിലേക്ക് വരാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. സോ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.